ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി വി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൻ്റെ ഇമ്പാക്റ്റിൽ ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം താഴെയാണ്. കമോഡിറ്റികൾ ബ്രന്റ് ക്രൂഡ് ഓയിൽ ഒഴികെ മറ്റെല്ലാ കമോഡിറ്റികളും താഴെയാണ്. കഴിഞ്ഞ ആഴ്ചയിലത്തെ ഓവറോൾ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും വീക്ക് ടു വീക്ക് താഴെയായിരുന്നു. ഒപ്പം ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഓവറോൾ പിക്ചർ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ മെമ്മറി സ്റ്റോക്കുകളാണ് വലിയ രീതിയിൽ താഴെ പോയിക്കൊണ്ടിരിക്കുന്നത്. അറൗണ്ട് 10-12% താഴെയാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ടുകളാണ് മേജറായിട്ടുള്ള ഇവൻ്റ്. അതേസമയം മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വീണ്ടും വഷളാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് മുന്നേറിയിരിക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ അറൗണ്ട് $80 പെർ ബാരലിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ ക്രൈസിസ് സെറ്റിൽ ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അറൗണ്ട് $70 പെർ ബാരൽ വരെയൊക്കെ താന്നിരുന്നു. പക്ഷെ വീണ്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും മുന്നേറുകയാണ്. ഇന്ത്യനെ സംബന്ധിച്ച് ഓൺലി നെഗറ്റീവ് ന്യൂസ് ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിലും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് കാണാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം Q1 റിസൾട്ടുകൾ ഇന്ന് വരെ പുറത്തു വന്നിട്ടുള്ള Q1 റിസൾട്ടുകളുടെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. പ്രത്യേകിച്ച് TCS, L&T മൈൻഡ്രി, അവാൻഡിൽ, L&T ഫൈനാൻസ്, ഡിമാർട്ട് ഈ കമ്പനികളൊക്കെ Q1 റിസൾട്ടുകൾ പുറത്തു വിട്ടിരിക്കുന്ന ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റേതായൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ അതാത് സ്റ്റോക്കുകളിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ടിറ്റാഗ്ര റെയിൽവേ സിസ്റ്റം, BEML, സെയിൽ, എക്സൈഡ് ഇൻഡസ്ട്രീസ്, അമരരാജ ബാറ്ററീസ്, ZF കമേഴ്ഷ്യൽ വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റംസ്, ആസ്ട്രാൽ ലിമിറ്റഡ്, റെലിഗെയർ എൻ്റർപ്രൈസസ്, അതോടൊപ്പം തന്നെ സ്റ്റെർലൈറ്റ് ടെക്നോളജീസ്, പേസ് ഡിജിടെക്, HDFC ബാങ്ക്, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഹിൻഡാൽകോ ഈ സ്റ്റോക്കുകൾക്കൊക്കെയാണ് പോസിറ്റീവ് റിപ്പോർട്ടുകളുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഈ സ്റ്റോക്കുകളിൽ കണ്ടേക്കാം. ഒരു ഡിപ്പ് ബൈയിങ് ഈ സ്റ്റോക്കുകളിലൊക്കെ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റിൽ നല്ല ആക്ടിവിറ്റീസാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള മെയിൻ ബോർഡ് IPO ഉണ്ട്. ലേസർ പവർ ആൻഡ് ഇൻഫ്ര ഇത് ഓൾറെഡി ഓപ്പൺ ആണ്. IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു മെയിൻ ബോർഡ് IPO ആണ്. അതോടൊപ്പം തന്നെ NSE SMEയിലുള്ള ഹാപ്പി സ്റ്റീൽസ്, BSE SMEയിലുള്ള ദേവ്സൺ കാറ്റലിസ്റ്റ് ഈ IPOസിലും ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്നതാണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ജൂൺ മാസത്തെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ പുറത്തു വന്നിരുന്നു. AUM ഡാറ്റ പുറത്തു വന്നിരുന്നു. റെക്കോർഡ് ഫിഗറിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലത്തെ മ്യൂച്വൽ ഫണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 82.22 ലക്ഷം കോടി രൂപയാണ്. അതോടൊപ്പം തന്നെ SIP എമൗണ്ടും കഴിഞ്ഞ മന്തിൽ കൂടിയിട്ടുണ്ട്. 31,781 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. SIP നമ്പറുകൾ ഫോളിയോസ് 10.52 കോടിയായിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ധാരാളം അനൗൺസ്മെൻറ്റുകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. അതിൻ്റേതായൊരു ഒപ്റ്റിമിസമൊക്കെ മാർക്കറ്റിലുണ്ടായേക്കാം. അതേസമയം Q1 റിസൾട്ടുകൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് മേജറായിട്ടുള്ളൊരു ഇവൻ്റായിട്ട് മുന്നിലുള്ളത്. ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇനി വരാൻ പോകുന്ന റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിലുണ്ടായിരിക്കും. എന്നിരുന്നാലും ഗ്ലോബൽ സിറ്റുവേഷൻ, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ ഗ്ലോബലി ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ചെറിയ ഇമ്പാക്റ്റൊക്കെ നമ്മുടെ മാർക്കറ്റിലും കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.